ഹിറ്റ്ലറെ മാത്രം ഓർമ്മിപ്പിക്കുന്ന കൊലയാളി. ഹിസ്ബുള്ള തലവനെയടക്കം നിരവധി മനുഷ്യരെ കൊന്നു തള്ളുന്നു. എന്നിട്ടും ഭീരുക്കളായ ലോക നേതാക്കൾ നിശബ്ദത പാലിക്കുന്നു. ഹസൻ നസറുല്ലയുടെ കൊലപാതകത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദുറോ. Se dio a conocer el asesinato de un líder del mundo musulmán, de los pueblos árabes, el señor Hassan Nasrallah, secretario general de Hezbollah, y quiero expresar a nombre del bloque histórico revolucionario de las fuerzas bolivarianas de Venezuela la solidaridad con Hezbollah, con su familia, con el pueblo del Líbano. ഇസ്രായേൽ നരഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഫലസ്തീനിലെയും ലെബനാനിലെയും ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മദുറോ. നസ്രുല്ലയുടെ കൊലപാതകത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഫലസ്തീൻ അനുകൂല റാലിയിലായിരുന്നു മദുറോയുടെ പ്രഖ്യാപനം. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോടും അറബികളോടും മറ്റ് ജനങ്ങളോടും ശബ്ദമുയർത്താനും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നസറുല്ലയുടെ കൊലപാതകം ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്നാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കാനലിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ വംശഹത്യക്ക് പിന്നിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മിഗ്വൽ പറഞ്ഞു. നസ്രുല്ലയുടെ കൊലപാതകത്തിലൂടെ ഇസ്രായേലിന്റെ ഭീരുത്വമാണ് തെളിയുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇസ്രായേലിനെ എന്നും അസ്വസ്ഥപ്പെടുത്തിയ നേതാവായിരുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുല്ല. ഹിസ്ബുള്ളയുടേത് മാത്രമല്ല, ഇസ്രായേലിനെതിരെ പോരാടുന്ന വിവിധ പ്രതിരോധ സംഘടനകളുടെ നേതാവ് കൂടിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ലെബനാനിലും ലോകത്തിന്റെ പല ഭാഗത്തും വൻ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ഹിസ്ബുള്ള ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല.